Merry Christmas! അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഹാപ്പി ന്യൂ ഇയർ! റേറ്റ് കുറച്ച് രൂപനഗരം കുറച്ച് കൂടുതലാണ്, എന്നാലും കുറേ നേരം വെയിറ്റ് ചെയ്യണം. Welcome to Coimbatore! അപ്പോൾ നമ്മളിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ കോയമ്പത്തൂർ വന്നേക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്കിറ്റ് കോയമ്പത്തൂരാണ്. ഞാൻ ആദ്യമായിട്ടാണ് കോയമ്പത്തൂർ വരുന്നത്. കൂടെയുള്ളത് ജോഷി മച്ചാനാണ്. ജോഷി കുറേ നാൾ മുമ്പ് കോയമ്പത്തൂർ ഒരു വർക്കായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങൾ അവനറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കോയമ്പത്തൂരുള്ള അന്നപൂർണ്ണയിലാണ്. അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇവരെ കുറിച്ച് അറിഞ്ഞത് നമ്മളൊരു യൂട്യൂബിൽ ഇവരൊരു കോർപ്പറേറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആഗ്രഹം ഇന്ന് നിറവേറാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയത് സാമ്പാർ ഇഡ്ഡലിയും അതുപോലെ സാമ്പാർ വടയൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നൈസായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത് സാമ്പാർ വടയും അതുപോലെ സാമ്പാർ ഇഡ്ഡലിയും വന്നിട്ടോ നമ്മൾ കഴിച്ചു. സംഭവം അടിപൊളിയായിട്ട് സൂപ്പറാണ്. അപ്പം നമ്മൾ പിന്നെ രണ്ടൊരു മസാല ദോശ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കോഫി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ചൂടാറിയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചോടാ, ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ ടോട്ടൽ ബില്ല് നമുക്ക് ആയത് 536 രൂപയാണ്. പക്ഷേ നമ്മുടെ നോർമൽ റേറ്റ് തന്നെയാണ്. പങ്കമാലിലൊക്കെ റേറ്റ് നോക്കിയാലും നോർമൽ റേറ്റ് തന്നെയാണ്. ഇപ്പോൾ സാമ്പാർ ഇഡ്ഡലി രണ്ടാൾക്ക് വരെ 114 അതുപോലെ സാമ്പാർ വട 80 രൂപയാണ്. അതുപോലെ കോഫി 76. പിന്നെ മസാല ദോശ 240 രണ്ടുപേരെ കേട്ടോ. സംഭവം അടിപൊളിയാണ്. മസാല ദോശ ഒരു അല്പം ഉപ്പ് കൂടിയോ ഒന്നും ഡൗട്ടുണ്ട്. സാപ്പിട്ടീங்களா? അപ്പോൾ ഞങ്ങൾ ഗൂഗിളേച്ചി പറഞ്ഞായിട്ട് നടക്കാണ്. ചുമ്മാ ഇവിടെ ഇലക്ട്രോണിക് നമ്മൾ ക്രിസ്മസിനൊക്കെ എല്ലാ ഐറ്റം ഉണ്ടോ നോക്കാൻ ജോഷിക്ക് ഒരു ആഗ്രഹം. അപ്പോൾ എന്നെ ഇതിട്ട് പോയേ കുറച്ച് ദൂരം നടന്നതിന് ശേഷം സെൽവസിംഗ് സ്റ്റോറിലെത്തി. ഇവിടെ ഒരുപാട് ടൈപ്പുള്ള ഉണ്ണി സെറ്റും സ്റ്റാർസും ലൈറ്റും എല്ലാം ഉണ്ട്. അതൊരു നക്ഷത്രത്തിൻ്റെ എഫക്റ്റ് ഉണ്ട് അവിടെ. ഇത് എത്ര പേരാണ്? കുഴപ്പമില്ല അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ക്രിസ്മസ് ആണ് എടുക്കാനായിട്ട് സെൽവസിംഗ് എന്ന കടയിൽ വന്നതാണ്. ഇവിടെ സൂപ്പർ കളക്ഷനാണ്, അടിപൊളിയാണ്, റേറ്റും വളരെ കുറവാണ്. നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അടുത്ത ക്രിസ്മസ് ടൈമിൽ കോയമ്പത്തൂർ വഴി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോഷിയാണ് കൂടുതൽ പർച്ചേസ് ചെയ്തത്. ജോഷി മുതലാളിയാണല്ലോ, ജോഷിക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഊബർ വിളിച്ചിട്ട് ശരിയായില്ല കേട്ടോ. കാരണം തൊട്ടടുത്ത് തന്നെ ആർക്കും വരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് ഞങ്ങൾ ഇവിടുന്ന് ഒരു വേറെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. റേറ്റ് കുറച്ച് രൂപനഗരം കുറച്ച് കൂടുതലാണ്, എന്നാലും കുറേ നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ പോയത് സെമ്മൊഴി പൂങ്ക എന്ന പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സെമ്മൊഴി പൂങ്കയിലാണ്. ഇത് കോയമ്പത്തൂർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തൊരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് ഗാന്ധിപുരമാട്ടോ. ഗാന്ധിപുരത്ത് സെമ്മൊഴി പൂങ്ക. ഇവിടെ ഒരു ചെറിയ പാർക്ക് കൂടി ഉണ്ട്.
നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.